അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അവസരമെന്ന് പറയുന്നത്. പിശാചിനോടുള്ള ശത്രുത നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവുക എന്നത് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളോട്, അയൽവാസിയോട്, സുഹൃത്തുക്കളോട്, ബന്ധപ്പെട്ടവരോട് എല്ലാവരോടും ശത്രുത വെക്കുന്നൊരവസ്ഥയാണ് ഈ നൂറ്റാണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ? പിശാചിനോട് ശത്രുത വേണം എന്ന് പറഞ്ഞെടുത്ത് അത് മാറ്റിയിട്ട് പിശാചിനോട് നല്ല സൗഹാർദ്ദം, നല്ല സ്നേഹം, എന്തൊക്കെയാണോ അള്ളാഹുവിനും അവൻ്റെ ഹബീബിനും ഇഷ്ടമില്ലാത്തതായ കാര്യങ്ങളെങ്കിൽ ആ കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള വ്യഗ്രത മനുഷ്യനിൽ കൂടുക, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള താല്പര്യങ്ങൾ കൂടുക, ഇതൊക്കെ തന്നെയാണ് പിശാചിനോടുള്ള സൗഹാർദ്ദം എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് നമ്മൾ മാറുകയും മറിച്ച് ശത്രുത വെക്കരുതേ എന്ന് പറഞ്ഞ അൽ മുസ്ലിമു ലിൽ മുസ്ലിമിക അന്നഹു ബുനിയാനുൻ യശുദ്ദു ബഅദുഹു ബഅദ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്കൊരു കെട്ടിടം പോലെയാണ്. അഥവാ ആ കെട്ടിടത്തിൻ്റെ ഓരോ ഭാഗങ്ങളും മറ്റൊരു ഭാഗങ്ങൾക്ക് ശക്തി പകരുന്നുണ്ട്. ഈ ഫില്ലർ, അതിൻ്റെ തൊട്ടു മുകളിലായി നിൽക്കുന്ന ബീമുകൾ, ആ ബീമുകൾ ഈ സ്ലാബിന് ശക്തി പകരുന്നു. ഈ മേൽക്കൂരയ്ക്ക് ശക്തി പകരുന്നത് ഈ ചുമരുകളാണ് എന്നതുപോലെയാണ് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം അവനുമായി സഹകരിക്കുകയും സഹായിക്കുകയും അവനോട് ഏതെല്ലാം രീതിയിൽ നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുമോ ഈ രീതിയിലൊക്കെ നമ്മൾ മുന്നോട്ട് പോവുക എന്നത് ഒരു വിശ്വാസിയുടെ കടമയാണ്. എന്നാൽ ശത്രുത വെക്കണമെന്ന് പറഞ്ഞ പിശാചിനോട് സൗഹൃദവും ശത്രുത വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നമ്മുടെ മാതാപിതാക്കളോട്, അയൽവാസിയോട്, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട്, നമ്മുടെ നാട്ടുകാരോട്, ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ശത്രുത വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പിശാചിനോട് ശത്രുതയാണോ കാണിക്കുന്നത്, അതല്ല സൗഹാർദ്ദമാണോ കാണിക്കുന്നത് എന്ന് ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തിയാൽ മനസ്സിലാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ.